ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സലാലയിലാണ്. നമ്മളിതിൻ്റെ മുന്നേ 2-3 വർഷങ്ങൾക്ക് മുന്നേ ഡീറ്റെയിൽ സലാല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് ഖരീഫ് സീസണിലാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30-7 മണിയായിട്ടുണ്ട്. നമ്മൾ രാവിലെ 3 മണിക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് ദുബായിൽ നിന്ന്. ഇവിടെ എത്തുമ്പോൾ ഇരുട്ടാവാറായി. നമ്മൾ വരുന്നതും ബോർഡർ ക്രോസിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം വരുന്നതും ബോർഡർ ക്രോസ് ഒന്നും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാതിരുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു റൂമാണ് എടുത്തിട്ടുള്ളത്, അൽസാദ വാട്ടർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കുറേ ബുക്കിംഗ് സൈറ്റൊക്കെ നോക്കിയിട്ട് കുറേ റൂമൊക്കെ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മളൊന്ന് കയറി നോക്കിയതാണ്. പക്ഷെ നമുക്ക് റൂമൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, പിന്നെ നല്ല റൂം സർവീസൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റൂം സെലക്ട് ചെയ്തത്. പിന്നെ ഇവിടുത്തെ റൂമിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞാൽ സീസണലാണ്. ഓഫ് സീസണിലൊക്കെ ആണെങ്കിൽ റേറ്റ് കുറച്ച് കുറയും. പിന്നെ ഇപ്പോൾ ഖരീഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ റൂമിനൊക്കെ റേറ്റ് കുറച്ച് കൂടുതലാണ്. പിന്നെ നമ്മളൊന്ന് ബാർഗെയിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറച്ച് തരും. അപ്പോൾ ഇതാണ് നമ്മളെടുത്തിട്ടുള്ള റൂം. ഇവിടെ 2 ബാത്റൂംസും പിന്നെ ഒരു ബെഡ്റൂം, പിന്നെ അതുപോലെ ഒരു ഓപ്പൺ കിച്ചൺ, പിന്നെ ഒരു ഹോളിലായിട്ട് സെപ്പറേറ്റ് ഒരു ബെഡൊക്കെ ഇട്ടിട്ടുണ്ട് കുട്ടികൾക്ക് എടുക്കാനൊക്കെ പാകത്തിനായിട്ട്. ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഹോളിലൊരു ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളതിന് കുട്ടികൾക്കൊക്കെ എടുക്കാനൊക്കെ കുറച്ച് കൺവീനിയൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഓപ്പൺ കിച്ചണിൽ ചെറിയ ടീ കോഫി സ്റ്റേഷൻ ഉണ്ട്. അവിടെ ടീയും അതുപോലെ കോഫി പൗഡർ, ഷുഗർ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, ഒരു ചെറിയ കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 വാഷ്റൂംസാണ് ഉള്ളത്. ഒരെണ്ണം ഈ റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ട്. അവിടെ സാധാരണ നമ്മളിങ്ങനെ ഹോട്ടൽ വാഷ്റൂംസിലൊക്കെ കാണുന്ന പോലെ ബാത്ത് ടവൽസും ഷാമ്പൂ, സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഹോളിലാണ്. അവിടെ എക്സ്ട്രാ ഒരു വാഷിംഗ് മെഷീനും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഖരീഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് പ്ലേ ഏരിയാസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലേ ഏരിയാസ് മാത്രമല്ല, ഇതുപോലെ കുറേ ഫുഡിൻ്റെ സ്റ്റോളുകളും ഉണ്ട്. നമ്മളിപ്പം ഇത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ടും ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. ഇവിടെ ഒരുപാട് ഇവരുടെ ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന സ്റ്റോളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പല ടൈപ്പ് ഫുഡും കിട്ടും. ബർഗർ, പാസ്ത, അതുപോലെ സ്വീറ്റ്സ്, പിന്നെ പല സ്റ്റോളുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ബർഗറും അതുപോലെ തന്നെ പാസ്തയും പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ബർഗറായിരുന്നു കേട്ടോ, അതുപോലെ നല്ല പാസ്ത ആയിരുന്നു. പിന്നെ ഒരു സ്പെഷ്യലായിട്ടാണ് സ്ക്യൂവറിൽ കല്ലിൽ ചുട്ടെടുക്കുന്ന ക്യാമൽ മീറ്റ്, അതുപോലെ ബീഫൊക്കെ. ക്യാമലാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫുഡ് ഐറ്റംസ് മാത്രമല്ല, ഇവിടെ ഇദ്ദീൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയിൽ ഒരുപാട് നൈറ്റ് പ്രോഗ്രാംസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടുത്തെ കുറച്ച് പ്രോഗ്രാംസൊക്കെ കണ്ടു നിന്ന് അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോയി കിടന്നു പറയും. പിന്നെ ഞാൻ അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണിത്. നമ്മൾ വാദി ദർബാത്തിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി, ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 11:30 ആയി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. വാദി ദർബാത്തിൽ പോകുന്ന വഴിക്ക് ഇതുപോലെ ഇങ്ങനെ കുറേ ഫുഡിൻ്റെ സ്റ്റോളുകളുണ്ട്. അവിടുത്തെ ഒരു ഫേമസ് റൈസ് ഉണ്ട്, നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കാബൂളി റൈസ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളത് കഴിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഇതുപോലെ ഇങ്ങനെ സ്റ്റോളിൽ വന്നിട്ടുണ്ട്. അവിടെ ഈ ഒരു സമയത്ത് നമുക്ക് വന്നാൽ റൈസാണ് മെയിനായിട്ട് കിട്ടുക. അപ്പോൾ അതേ കാബൂളി റൈസ്, പിന്നെ അതുപോലെ കല്ലിൽ ചുട്ടെടുത്ത ചിക്കൻ, പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് ബീഫിൻ്റെ അതുപോലെ ക്യാമലിൻ്റെ ഒക്കെ മീറ്റ് വെച്ചിട്ടുള്ള ഒരു കറിയൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അതെല്ലാം കൂടെ കഴിക്കാനായിട്ട് ക്യാമൽ മീറ്റ് നമുക്ക് ഫസ്റ്റ് ടൈം കഴിക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെടില്ല. പിന്നെ നമുക്കത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നും. അപ്പോൾ അതേ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. നമ്മളിപ്പോൾ നേരെ വാദി ദർബാത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൻ്റെ മുന്നേ 2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏരിയ നമുക്ക് വരാൻ പറ്റിയിട്ടില്ല. നമ്മൾ 2 പ്രാവശ്യം വന്നപ്പോഴും വാദി ദർബാത്ത് എന്തൊക്കെയോ കാരണങ്ങളാൽ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസാണ് ഈ വാദി ദർബാത്ത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണിത്. ഇപ്പോൾ വാദി ദർബാത്തിൽ നമ്മൾ വരുമ്പോൾ ഒരു ഹാഫ് ഡേ എങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരിക്കണം. ഒരു 2-3 പ്ലേസ് നമുക്ക് കാണാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് വാദി ദർബാത്തിൻ്റെ.
ഈ ഒരു ഏരിയയിൽ ആണ് ബോട്ടിങ്, അതുപോലെ പിന്നെ സിപ്പ് ലൈന്, അതുപോലെ ഒരിങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉള്ളത്. ഇവിടെ കുറേ ബോട്ടുകളുണ്ട്. ഏത് ബോട്ടിനാണെങ്കിലും 6 റിയാലാണ് റേറ്റ് വരുന്നത്. പെർ ബോട്ടാണ് റേറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിങ് എടുത്തിട്ടുണ്ട്. ഇവിടെ പേ ചെയ്തതിന് ശേഷം നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇതിലിഷ്ടമുള്ളൊരു ബോട്ട് സെലക്ട് ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ വെതർ പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു വെതറാണ്. ചെറിയൊരു ഡ്രിസ്ലിംഗ് ഒക്കെ ഉണ്ട്. നമുക്കിതിൽ കൂടെ ബോട്ടിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. പിന്നെ ആ ഒരു ബ്യൂട്ടിയൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കുട്ടികൾക്ക് സിപ്പ് ലൈനിൽ പോകാനായിട്ട് അവർ നമ്മളവിടെ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവരെ കുട്ടികളെ ബോട്ടിൽ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ഈ ഒരു വെള്ളത്തിൻ്റെ മേലെ കൂടെ സിപ്പ് ലൈനിൽ വരുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ബോട്ടിങ്ങിന് പോയി അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വാദി ദർബാത്തിൽ വരുമ്പോൾ ഒരു ഹാഫ് ഡേയെങ്കിലും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വേണം വരാനെന്ന്. ഇവിടെയും ബോട്ടിംഗ് ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാനായിട്ട്. നമ്മൾ ഇവിടുത്തെ ബോട്ടിങ്ങും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും ചില സ്ഥലങ്ങളിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് വേണം അവിടേക്ക് ഇറങ്ങാനും. നമ്മളവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങുക ചെയ്യരുത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ബോട്ടിങ് ചെയ്യാൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മളൊന്ന് അവിടെ നിന്ന് ഇറങ്ങി റൂമിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു ഫുഡിൻ്റെ സ്പോട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇതുപോലെ സ്ക്യൂവറിലുള്ള മട്ടൻ, ബീഫ്, ക്യാമൽ മീറ്റ് 3 മീറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യാമൽ ബർഗർ, അതുപോലെ ബീഫ് ബർഗറൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മീറ്റാണ് ക്യാമൽ മീറ്റ്. പിന്നെ ഈ ഒരു ബർഗർ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മളിതിൽ ബീഫ് ബർഗറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുക്കൈമാത്തും പിന്നെ അവിടുത്തെ ഫത്തായറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 11:30 മണിയൊക്കെ ആയി. അപ്പം നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഇത്തീനിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. ഇവിടെ മട്ടൻ ഇങ്ങനെ കല്ലിൽ ചുട്ടെടുത്തത് കിട്ടും. മട്ടൻ മുഴുവനായിട്ട് അവിടെ തൂക്കി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ള പീസ് സെലക്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ കല്ലിൽ ചുട്ടെടുത്തിട്ട് വാങ്ങിക്കാം. പിന്നെ ഇവിടെ റൈസായിട്ട് മന്തി റൈസ്, കാബൂളി റൈസ്, ബിരിയാണി റൈസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാബൂളി റൈസ് തന്നെയാണ് ഓർഡർ ചെയ്യാറ്. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ മട്ടൻ ഇങ്ങനെ കല്ലിൽ ചുട്ടെടുത്തത് കിട്ടും. മട്ടൻ മുഴുവനായിട്ട് അവിടെ തൂക്കി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ള പീസ് സെലക്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ കല്ലിൽ ചുട്ടെടുത്തിട്ട് വാങ്ങിക്കാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാബൂളി റൈസ് തന്നെയാണ് ഓർഡർ ചെയ്യാറ്. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ.
പിന്നെ ഇവിടെ ക്യാമലിൻ്റെ മീറ്റ് ഗ്രേവി പോലെ ആക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ മട്ടൺ ഫോയിലിങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാബൂളി റൈസും ചെറിയ പോർഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഈ ഒരു ഗ്രേവി ഒരു ഒഴിച്ച് തരും. പിന്നെ ക്യാമലിൻ്റെ തന്നെ സ്ക്യൂവറും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈമൊക്കെ ഈ ക്യാമൽ കഴിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല. പിന്നെ നമ്മൾ കഴിച്ച് നമുക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് വരും നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അത് മട്ടൺ കല്ലിൽ ചുട്ടിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ക്യാമലിൻ്റെ സ്ക്യൂവറും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പം ഇന്ന് പോകുന്നത് ഐൻ ഗസീസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ്. ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, എന്നാലും ഒരു സൈഡിലായിട്ട് കുറച്ചിങ്ങനെ വെള്ളമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ഇവിടുത്തെ വെള്ളമൊക്കെ കാണാനായിട്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്രാവശ്യം ഇപ്പോൾ ഇവിടെ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട്. അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെ ഒരു ഹോഴ്സ് റൈഡ് കൂടെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒമാനി ഹൽവ കഴിക്കാനായിട്ടാണ്. ഇവിടുത്തെ ഒരു ഫേമസ് സ്വീറ്റാണിത്. ഈ ഒരു ഒമാനി ഹൽവ നല്ല ചൂടോടെ അത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒമാനി ഹൽവ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ സ്പോട്ടിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇന്നും ഈ ഒരു ഒമാനി ഹൽവ കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബറിടം കാണാനായിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടേക്കുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര കോട കൂടിയൊരു വഴിയാണ്. ഭയങ്കര രസമാണ് അവിടേക്കുള്ള യാത്ര. ഒരു അഡ്വഞ്ചറസ് ട്രിപ്പാണെന്ന് വേണം പറയാനായിട്ട്. ഒട്ടും വിസിബിലിറ്റി ഇല്ലാത്ത ഒരു ഏരിയയിൽ കൂടെ നമ്മൾ അങ്ങോട്ട് പോവുക. അതുപോലെ തന്നെ ആ ഒരു ഖബറിടം ഉള്ളതും ഇതുപോലെ മഞ്ഞ് മൂടിയൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ സലാല വരുമ്പോൾ മസ്റ്റായിട്ട് വരേണ്ട വേറൊരു സ്പോട്ടാണത്. നല്ല തണുപ്പും ചെറിയൊരു ഡ്രിസ്ലിങ്ങും എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ വന്ന അതേ സ്പോട്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അവിടുത്തെ ആ ഒരു ബർഗർ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ബർഗറും അതുപോലെ തന്നെ മട്ടൻ്റെ സ്ക്യൂറൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി നാളെ രാവിലെ തിരിച്ച് ദുബായി പോവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സലാല വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.